ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ധനഹാകാലത്തിൻ്റെ ചിന്തകളിലും ധ്യാനത്തിലുമാണ് നമ്മൾ. യേശു തന്നെ പ്രത്യക്ഷീകരണം നടത്തുന്ന, മറ്റുള്ളവർക്ക് തന്നെ വെളിപ്പെടുത്തുന്ന മനോഹരമായ ദിവസങ്ങൾ. നമ്മളൊക്കെ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ജീവിക്കുന്നവരാണ്. സ്വയം സന്തോഷം കണ്ടെത്താനും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനും വേണ്ടി ജീവിച്ചു തീർക്കുക. ആ ജീവിതം പലപ്പോഴും ചെന്നെത്തുന്നത് ചില സങ്കടങ്ങളുടെ കഥ പറഞ്ഞുകൊണ്ടായിരിക്കാം. മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ജീവിച്ച ഞാൻ ഒടുവിലായി എൻ്റെ തന്നെ സങ്കടങ്ങളിൽ ചെന്ന് അവസാനിപ്പിച്ചു പോവുകയാണ്. ഇന്ന് മനോഹരമായ സുവിശേഷത്തിൻ്റെ ധ്യാന വിഷയം ഇത് തന്നെയാണ്. വിശുദ്ധ യോഹന്നാൻ സുവിശേഷം 8-ാം അധ്യായം 21 മുതൽ 31 വരെയുള്ള തിരുവചനങ്ങളിൽ ഈശോ പറയാണ്, നിങ്ങൾ നിങ്ങളുടെ പാപത്തിൽ മരിക്കും. പാപം ചെയ്യുന്നവൻ എപ്പോഴും എന്നെ തന്നെയും മറ്റുള്ളവരെയും സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ആ പാപത്തിൽ തന്നെ നിങ്ങളുടെ ജീവിതം നശിച്ചു പോകും. സന്തോഷങ്ങൾ എപ്പോഴും ഭൂമിയിൽ അവസാനിപ്പിക്കുന്നതാണ്. എന്നാൽ ആനന്ദത്തിന് വേണ്ടി, നിത്യമായ സൗഭാഗ്യത്തിന് വേണ്ടി ജീവിക്കുക എന്നത് ഒരു വെല്ലുവിളിയാണ്. ഇന്ന് സുവിശേഷത്തിൽ ഈശോ പറയാണ്, ഞാൻ ഭൂമിയിലേക്ക് വന്നത് എൻ്റെ ഇഷ്ടങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ടിയല്ല. ഞാൻ ഒറ്റയ്ക്കല്ല ഈ ഭൂമിയിൽ പ്രവർത്തിക്കുന്നത്. എൻ്റെ സന്തോഷങ്ങൾക്ക് വേണ്ടിയല്ല ഞാൻ അധ്വാനിക്കുന്നതും പ്രവർത്തിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും. എൻ്റെ സന്തോഷത്തിന് വേണ്ടിയല്ല ഞാൻ മരിക്കാനായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. മറിച്ച് എന്നെ അയച്ച പിതാവും ഞാനും ഒന്നാണ്. ആ പിതാവിൻ്റെ ആനന്ദം പൂർത്തിയാക്കപ്പെടാൻ വേണ്ടിയാണ്, പിതാവിൻ്റെ പദ്ധതികൾ പൂർത്തീകരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഭൂമിയിൽ ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടേയിരിക്കുക. പ്രിയപ്പെട്ടവരെ, അങ്ങനെയെങ്കിൽ നമ്മൾ മറ്റുള്ളവരെയും നമ്മളെയൊക്കെ സന്തോഷിപ്പിക്കാൻ മനസ്സ് കാണിക്കുന്നിടത്ത് ഒരു പരാജയമുണ്ട്. എൻ്റെ ഉള്ളിൽ ആത്മാവ് സന്തോഷിക്കുന്നില്ല. നല്ലതാണ് കൂടെയുള്ളവരെ സന്തോഷിപ്പിച്ച് ജീവിക്കുക, കൂടെയുള്ളവർക്ക് ഞാനൊരു സന്തോഷത്തിന് കാരണമാകുക, അത് നന്മയാണ്. പക്ഷേ ആ നന്മയിലെ ഒരു അപാകത എന്ന് പറഞ്ഞാൽ, മറ്റുള്ളവരെ സന്തോഷിപ്പിച്ച് മാത്രം ഞാൻ ജീവിക്കുമ്പോൾ എൻ്റെ ആത്മാവ് ആനന്ദത്തിൻ്റെ വിഷയം കണ്ടെത്തുന്നില്ല. ആത്മാവ് ആനന്ദത്തിൻ്റെ വിഷയം കണ്ടെത്തുന്നത് അത് പിതാവിൻ്റെ ഇഷ്ടത്തോട്, ഞാൻ എന്തിനീ ഭൂമിയിലേക്ക് വന്നു, ആ വരവിൻ്റെ അർത്ഥം മനസ്സിലാക്കി ജീവിക്കുമ്പോഴാണ് എൻ്റെ പദ്ധതികളെ ഞാൻ പൂർത്തിയാക്കുകയും എൻ്റെ അപ്പൻ എന്നെ ഓർത്ത് ആനന്ദിക്കുകയും ചെയ്യാം. ഒരു അപ്പനെ സംബന്ധിച്ചിടത്തോളം, ഒരു കുടുംബനാഥനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ആനന്ദത്തിൻ്റെ പൂർണ്ണത ഒരപ്പൻ എന്ന ജീവിത യാഥാർത്ഥ്യം ജീവിച്ചു തീർക്കുക എന്നതായിരിക്കണം. നാട്ടുകാരെയും വീട്ടുകാരെയും ഒക്കെ ആനന്ദിപ്പിക്കാൻ എളുപ്പമാണ്. പക്ഷേ ഒരപ്പൻ എന്ന ആ ജീവിത യാഥാർത്ഥ്യത്തെ ജീവിച്ചു തീർത്തില്ലെങ്കിൽ അവൻ ഒടുവിലായി സങ്കടപ്പെടേണ്ടി വരും. ഒരമ്മയെ സംബന്ധിച്ചിടത്തോളം അമ്മയ്ക്ക് പ്രീതിപ്പെടുത്തേണ്ടത് അമ്മ എന്ന ജീവിത യാഥാർത്ഥ്യത്തെയാണ്. മക്കളോടും ജീവിത പങ്കാളിയോടും കുടുംബത്തോടുമുള്ള ചില കടപ്പാടുകളും കടമകളുമുണ്ട്. ആ കടമകൾ ജീവിച്ചു തീർക്കാതെ ലോകത്തിലുള്ള എല്ലാവരെയും ആനന്ദിപ്പിക്കാൻ പോയി കഴിഞ്ഞാൽ അത് അതിനാൽ തന്നെ അപകടമാണ്. നമ്മൾ മക്കളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ദൗത്യമുണ്ട്. ഒരു മകളെ സംബന്ധിച്ചിടത്തോളം അവരുടേതായ ചില കടമകളും കർത്തവ്യങ്ങളുമുണ്ട്. അതിനുപരിയായി കൂടെയുള്ളവരെയും നാട്ടുകാരെയും വീട്ടുകാരെയും ഒക്കെ പ്രീതിപ്പെടുത്താനും സന്തോഷിപ്പിക്കാനും മാത്രം നടന്നാൽ എൻ്റെ ആത്മാവ് തകർന്നു പോകും. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, നിങ്ങളിൽ തന്നെ മരിച്ചു പോകും. നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിച്ചു തീർന്നു പോകും. എന്നാൽ ഞാൻ പോയാൽ എൻ്റെ ആത്മാവ് സ്വർഗത്തിലെത്തും. കാരണം ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കുന്നതെല്ലാം എൻ്റെ കടമ നിർവഹിച്ചുകൊണ്ടാണ്. അതുകൊണ്ടാണ് കാൽവരി കുരിശിലേക്ക് പോകുന്ന ഈശോയ്ക്ക് തടസ്സമെന്ന പത്രോസിനെ ഈശോ എന്താണ് വിളിക്കുക? പിശാച് എന്ന് പറഞ്ഞു. പത്രോസ് പറയാണ്, ഈശോയെ നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ. നമ്മൾ ആനന്ദിക്കുക, സന്തോഷിക്കുന്ന മനുഷ്യരാണ്. ഇതുപോലെ അത്ഭുതങ്ങൾ ചെയ്തും ഇതുപോലെ എല്ലാവരും മുമ്പിൽ സ്റ്റാറായൊക്കെ ജീവിക്കേണ്ടവരാണ്. അപ്പോൾ ഈശോ പറയാണ്, മോനെ, ഞാനിതാ കാൽവരി കുരിശിലേക്ക് പോകാൻ പോവുകയാണ്. ഞാനിതാ മരിക്കാൻ വേണ്ടി പോവുകയാണ്, പാടുപീടുകൾ ഏറ്റെടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ പത്രോസ് പറഞ്ഞു, ഈശോയെ നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ. അവൻ്റെ കടമകളെ തടസ്സപ്പെടുത്തുന്ന പത്രോസിനെ, അപ്പൻ്റെ ഇഷ്ടത്തെ തടസ്സപ്പെടുത്തുന്ന പത്രോസിനെ ഈശോ വിളിക്കും, പിശാചേ, സാത്താനെ, നീ ദൂരെ പോകാനാണ് പറഞ്ഞു. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, അപ്പൻ്റെ ഇഷ്ടത്തെ തടസ്സപ്പെടുത്തുന്നതെല്ലാം തിന്മയാണ്. നമ്മുടെ കടമകളെ തടസ്സപ്പെടുത്തുന്നതൊക്കെ തിന്മയാണ്. ഒരു പുരോഹിതൻ എന്ന നിലയിൽ എൻ്റെ കടമയെ തടസ്സപ്പെടുത്തുന്നതെല്ലാം തിന്മയാണ്. ബാക്കി ആനന്ദങ്ങളൊന്നും നിലനിൽക്കുന്നതല്ല. പൗരോഹിത്യം എന്ന് പറയുന്ന ആനന്ദത്തിൽ അത് കർത്താവിന് വേണ്ടിയാണെന്ന തിരിച്ചറിവാണ് എൻ്റെ ജീവിതത്തെ അർത്ഥപൂർണ്ണമാക്കുക. ഒരു സന്യാസത്തെ അർത്ഥപൂർണ്ണമാക്കുന്നത് കൂടെയുള്ളവരൊക്കെ ആനന്ദിപ്പിച്ച് സന്തോഷിപ്പിച്ച് ജീവിക്കുന്നതിനേക്കാൾ ഉപരിയായി എൻ്റെ പിതാവിൻ്റെ കടമകൾ നിർവഹിക്കുമ്പോഴാണ് ഞാൻ അർത്ഥപൂർണ്ണമായ ഒരു സന്യാസ ജീവിതം നയിക്കുക.
അങ്ങനെ ഓരോ മേഖലകളിലും നമ്മൾ കണ്ടെത്തേണ്ടത് നമ്മുടെ ദൗത്യം എന്തെന്നുള്ളതാണ്. എന്ത് ജീവിതമാണ് നമുക്കുണ്ടാകേണ്ടത്? നിലപാടുകളുള്ള ഒരു മനുഷ്യനാവുക. വിശുദ്ധ യോസേപ്പിതാവ് അങ്ങനെയായിരുന്നല്ലോ. വിശുദ്ധ യോസേപ്പിതാവിനെ സന്തോഷിക്കാൻ കാരണങ്ങളേറെ ഉണ്ടായിരുന്നു. പരിശുദ്ധ മറിയത്തെ കൊല്ലാൻ വിട്ടുകൊടുത്ത് കൈയടിച്ച് സന്തോഷിക്കേണ്ട ഒരു ചെറുപ്പക്കാരനാണ് യോസേപ്പിതാവ്. എന്നാൽ അവൻ്റെ നിലപാടുകൾ സ്വർഗത്തിൻ്റെ നിലപാടുകളായി മാറി. അവൻ്റെ അപ്പൻ എന്ത് അവനോട് പറഞ്ഞോ, ദൂതൻ വഴി എന്ത് സന്ദേശം അവന് കൊടുത്തോ, അപ്പോൾ അവൻ്റെ സന്തോഷത്തിൻ്റെ നിലപാടുകളെ മാറ്റിക്കൊണ്ട് സ്വർഗത്തിൻ്റെ നിലപാടുകൾക്ക് അവനെ തന്നെ രൂപപ്പെടുത്തിയപ്പോൾ അവൻ ലോകത്തിൻ്റെ രക്ഷകനായി മാറി. നമ്മളും കുടുംബത്തിൽ രക്ഷകനായി മാറണം. ഈശോ ലോകത്തിൻ്റെ രക്ഷകനായി മാറിയത് അപ്പൻ്റെ ഇഷ്ടം നിറവേറ്റിയപ്പോഴാണ്. പരിശുദ്ധ അമ്മ ലോകത്തിൻ്റെ രക്ഷകനായി മാറിയത് സ്വർഗത്തിൻ്റെ ഇഷ്ടം നിറവേറ്റിയപ്പോഴാണ്. വിശുദ്ധ യോസേപ്പിതാവ് ലോകത്തിൻ്റെ രക്ഷകനായി മാറിയത് സ്വർഗത്തിൻ്റെ ഇഷ്ടം നിറവേറ്റിയപ്പോഴാണ്. അങ്ങനെയെങ്കിൽ ഒരപ്പന് അപ്പൻ്റെ കടമകൾ നിർവഹിക്കുമ്പോൾ ആ കുടുംബത്തിൻ്റെ രക്ഷകനായി മാറാൻ പറ്റും. ഒരമ്മയ്ക്ക് അമ്മയുടെ കടമകൾ നിർവഹിക്കുമ്പോൾ ആ കുടുംബത്തിൻ്റെ രക്ഷകനായി മാറാൻ പറ്റും, രക്ഷകയായി മാറാൻ പറ്റും. മക്കൾ അവർ കർത്തവ്യങ്ങൾ നിർവഹിച്ചുകൊണ്ട് ഏറെ വിശുദ്ധിയോടെ ജ്ഞാനത്തോടെ ജീവിച്ചു വളരുമ്പോൾ അവർക്ക് ആ കുടുംബത്തിൻ്റെ രക്ഷകരായി മാറാനായിട്ട് പറ്റും. ഇതാണ് ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. നമ്മൾ സ്വയം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അല്പാൽപമാകുന്ന സന്തോഷങ്ങളിൽ, ഇന്ന് കിട്ടുന്ന സന്തോഷങ്ങളിൽ ആനന്ദം കണ്ടെത്തിക്കൊണ്ട് നാളെയിൽ നമ്മൾ ദുഃഖപൂരിതരായി മാറുകയാണ്. പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ടു പോവുകയാണ്, തകർന്നടിഞ്ഞു പോവുകയാണ്. അതുകൊണ്ട് ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ, ഒരു ക്രിസ്തുവിൻ്റെ മകനും മകളും എന്ന നിലയിൽ ക്രിസ്തുവിന് നമ്മളെക്കുറിച്ച് ചില നിലപാടുകളുണ്ട്, പദ്ധതികളുണ്ട്, കടമകളുണ്ട്. അത് നിർവഹിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ ഞാനും ഈ ഭൂമിയിലെ രക്ഷകരായി മാറും. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ പറഞ്ഞില്ലേ, ഞാൻ വന്നത് എൻ്റെ അപ്പൻ്റെ ഇഷ്ടം നിറവേറ്റാൻ വേണ്ടിയാണ്. ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ അപ്പൻ്റെ ഹിതത്തോട് ചേർന്നാണ് ജീവിക്കുക. നിങ്ങളോ നിങ്ങളുടെ പാപങ്ങളിൽ ജീവിച്ച് സന്തോഷിച്ച് മരിക്കുന്നു. ഞാനോ ഈ മരണശേഷം ഒരു രക്ഷകനായി മാറുന്നു. നമുക്ക് ആഗ്രഹിക്കാം, ഈശോയെ, ഈ മരണം ഇങ്ങനെ ഒടുങ്ങിപ്പോകേണ്ടതല്ല. നാളെ ഞാനൊരു രക്ഷകനായി മാറേണ്ടതാണ്. വെളിപ്പെടുത്തണം, നമ്മളെ തന്നെ ഒന്ന് വെളിപ്പെടുത്താം. നമ്മുടെ ജീവിതങ്ങൾ രക്ഷാകരമാക്കി മാറ്റിക്കൊണ്ട് ഒരു വെളിപാടിൻ്റെ മനുഷ്യരായി തീരുവാൻ ഈശോയെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.